അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നെ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. ഈ കടലിന് എത്ര ആഴം കാണും? എന്താ? ആഴം അളക്കാതെ പറയാൻ സാധിക്കില്ല. അതിനിറങ്ങി തന്നെ നോക്കണം. വിധിയുടെ നിയോഗത്താൽ ആ രാത്രിയിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. പരീക്ഷകളുടെ ചോദ്യങ്ങൾ യൂട്യൂബ് ചാനൽ വഴി പ്രചരിച്ച സംഭവത്തിൽ അന്വേഷണത്തിനൊരുങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഉറപ്പായ ചോദ്യങ്ങൾ എന്ന പേരിലാണ് പരീക്ഷയുടെ തലേ ദിവസം ബ്ലോഗർ വീഡിയോ ചെയ്യുന്നത്. കൃത്യം ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ തന്നെയാണ് ഈ പ്രവചനത്തിലുമുള്ളത്. ആൻസാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്കുകൂട്ടലുകൾ വിലപ്പോവില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്കുകൂട്ടലിലും പെടാത്ത ഒരുത്തിനെയും കൊണ്ടുവന്നത്. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു വന്നു. ആ കോട്ട ഒരു സാമ്രാജ്യമായി വളർന്നു. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഇതൊരു എഡ്യൂക്കേഷൻ ചാനലാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്ലിക്കായി വരാൻ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ട് അതിൻ്റെ പിന്നിൽ. പക്ഷേ എന്തോ ഒരു കാരണത്താൽ ഞാൻ +2 കഴിഞ്ഞ് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം എറണാകുളത്ത് കുസാറ്റ് എന്ന് പറയുന്ന കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്നൊരു ഉജ്ജ്വൽ എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട്. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, എടാ നീ ക്ലാസ് എടുക്കല്ലോ. കാര്യം ഞാൻ അന്ന് ഒരു പാർട്ട് ടൈം ആയിട്ട് ട്യൂഷൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ എക്സാം ടൈമില്ല, ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ടൊക്കെ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ്റെ ആ ഒരു ഇതിൽ ഞാനൊന്ന് ചെയ്ത് നോക്കി. ഐ വാണ്ട് ജസ്റ്റിസ്. നിനക്ക് വേണം, എനിക്ക് വേണം, എല്ലാവർക്കും വേണം. ഓരോരുത്തരും ഐ വാണ്ട് ജസ്റ്റിസ് എന്ന് പറയണം. ഓഫ്ലൈനിൽ ഇറങ്ങി കളിക്കാനൊന്നും MS സൊല്യൂഷൻ ഉണ്ടാവില്ല. കുട്ടികളെ കൂടെ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് എന്നൊക്കെ ഓൺലൈനിൽ കൂടി വലിയ ഡയലോഗ് അടിക്കും. പക്ഷേ പുറത്തിറങ്ങി കളിക്കാനൊന്നും MS സൊല്യൂഷൻ ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുമല്ല, പ്രൊഡിക്ഷനും തരും. 2ഉം വരും. ഓക്കെ, 2ഉം തന്നിരിക്കും. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല.